ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ SSC CGL വേക്കൻസിയെ പറ്റിയും പിന്നെ നിങ്ങൾക്കറിയാം SSCയുടെ വെണ്ടർ ചേഞ്ച് ആവുകയാണ്. അതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SSC CGL ഇപ്രാവശ്യം അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. അത് പല ചാനലുകളിലായിട്ട് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടതായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ചാനലുകൾ വന്നതുകൊണ്ടും എല്ലാവരും അറിഞ്ഞതുകൊണ്ടും ആ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, സാർ വേക്കൻസി അപ്ഡേറ്റ്, വേക്കൻസി എത്ര ഉണ്ടാവും പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നമ്മളെ ചാനൽ മാത്രം ഫോളോ ചെയ്തിട്ടും കുറച്ച് പേര് SSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ, 5 മിനിറ്റിൽ കുറയാത്തൊരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ ഈ വർഷത്തെ 2024 CGL എത്ര വേക്കൻസി ഉണ്ടാവും ഏകദേശം, അതുപോലെ തന്നെ നമ്മുടെ വെണ്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേക്കൻസി നോക്കാം. വേക്കൻസി പ്രാവശ്യം വളരെ അധികം, കഴിഞ്ഞ പ്രാവശ്യം 2022 ഉണ്ടായിരുന്ന അത്ര വേക്കൻസി ഇല്ലെങ്കിലും 2024 ഈ വർഷം വരുമ്പോൾ 2023 കുറച്ചധികം വേക്കൻസി ഉണ്ട്. എത്രയാണ് നോക്കാം. ഇത് പ്രാവശ്യം എല്ലാവരും ഇല്ല, ഒരു 10-15 ഡിപ്പാർട്ട്മെന്റ് മാത്രമേ പല ഇവരായിട്ട് RTI കൊടുത്ത് കിട്ടിയിട്ടുള്ള റിപ്ലൈ ആണിത്. അതിൽ വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് നോക്കാം കേട്ടോ. ആദ്യം ASO ഇൻ CSS സെൻട്രൽ സെക്രട്ടറി സർവീസിലെ ASO ആയിട്ട് 930 വേക്കൻസി ഉണ്ട്. ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. പിന്നെ ASO ഇൻ ME SSC CGL വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ASO ആയിട്ട് അത് 120 വേക്കൻസി ഉണ്ട്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കുക, നമ്മളെല്ലാവരും നോക്കുന്ന കുറച്ച് പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ. അതിലൊക്കെ വേക്കൻസി നോക്കുക പ്രാവശ്യം കേട്ടോ. ഇൻകം ടാക്സിൽ 411 വേക്കൻസി ഉണ്ട്. പക്ഷെ അതിലാരും നിങ്ങൾ ഏറ്റവും നോക്കേണ്ട ബ്രാക്കറ്റിലുള്ള കാര്യമാണ്, കേരളത്തിൽ 38 വേക്കൻസിയാണ് ഇൻകം ടാക്സിന് വരുന്നത്. സാർ ഇൻകം ടാക്സിന് ഇത്ര വേക്കൻസി ഒന്നും കേരളത്തിൽ എല്ലാ വർഷവും ഉണ്ടാവാറില്ല. പക്ഷേ ഈ വർഷം വളരെ വലിയൊരു ചാൻസ് ആണ് 38 വേക്കൻസി വരുന്നത് കേട്ടോ. പിന്നെ CGST ഇൻസ്പെക്ടർ 2664, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതലുണ്ട്. കേരളത്തിലെ 93 പിന്നെ പ്രിവന്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഓഫീസർ, ടോട്ടൽ 340 അത് കേരളത്തിൽ ഇത്രയുണ്ട്. 32 വേക്കൻസി ഉണ്ട്. പിന്നെ എക്സാമിനർ, ഈ 3 പോസ്റ്റുകളും CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ എക്സാമിനറിന് 145 വേക്കൻസി ഉണ്ട്, കേരളത്തിൽ 6 വേക്കൻസി. പിന്നെ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടർ ആയിട്ട് 55 വേക്കൻസി, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് 111 വേക്കൻസി, പിന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ 15 വേക്കൻസി കേട്ടോ. അപ്പൊ നോക്കുക, നിങ്ങൾ സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ആകെ ക്വാളിഫൈ ചെയ്തത് 80-90 ആളുകളാണ്. ഇവിടെ നോക്കിയാൽ കേരളത്തിലെ വേക്കൻസി 90, 140, 170 മുകളിൽ. ഈ 4 ഡിപ്പാർട്ട്മെന്റ് കൂട്ടിയാൽ 170 മുകളിലായി. അപ്പൊ കുഴപ്പമില്ലാത്ത നല്ലൊരു റാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ, തരക്കേടില്ലാത്ത റാങ്ക് നിങ്ങൾക്ക് എന്താ പറയുക, നല്ല ഹൈ റാങ്ക് ഒന്നും ആവശ്യമില്ല കേരളത്തിൽ കിട്ടാൻ. കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു റാങ്ക് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലൊക്കെ പോസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്രാവശ്യം കേട്ടോ. അതുപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ 725. പിന്നെ CGD ഓഡിറ്റർ സാറിന് നല്ല വേക്കൻസി ഉണ്ടാകുന്ന പോസ്റ്റ് തന്നെയാണ്, 1799. പിന്നെ താഴെ വരുന്നതാണ് പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്. 2 വർഷം മുമ്പ് വരെ CHSL ആയിരുന്നു, ഇപ്പൊ CGL ആണ് 4098. ഇതിലൊക്കെ നല്ല വേക്കൻസി കേരളത്തിൽ ഉണ്ടാവും കേട്ടോ. ഈ 4098 ഒരു 100, 200, 300 അടുത്ത വേക്കൻസി കേരളത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ CBN സെൻട്രൽ ബോർഡ് ഓഫ് നാർക്കോട്ടിക്സ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സും UDC ആയിട്ട് 40 വേക്കൻസി ഉണ്ട്. പിന്നെ ടാക്സ് അസിസ്റ്റന്റ്, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിൽ, അതായത് CBDT ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് 2259 വേക്കൻസി. അതുപോലെ തന്നെ GST ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്, അതിനും ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് 1620 വേക്കൻസി, കേരളത്തിൽ 54. അപ്പൊ ഇതിലൊക്കെ എന്തായാലും ഒരുപാട്, കേരളത്തിലെ വേക്കൻസി നമുക്ക് അറിയില്ല. ഇതൊക്കെ കൂട്ടി എന്തായാലും 1400-500 മുകളിൽ വേക്കൻസി എന്തുണ്ടാവും കേരളത്തിൽ ടോട്ടൽ ഉണ്ടാവും. അപ്പൊ കേരളത്തിൽ പല ആളുകളുടെയും പ്രശ്നമാണ്, നമ്മൾ CGL എക്സാം ചെയ്താൽ കേരളത്തിൽ കിട്ടുമോ, അത് കേരളത്തിന് പുറത്ത് പോകേണ്ടി വരുമോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ചെയ്ത് വെറും 100-ൽ താഴെ ആളുകളാണ്. കേരളത്തിൽ വേക്കൻസിയോ അത് 200, 300, 400 മുകളിൽ വേക്കൻസി ഉണ്ട്. പക്ഷെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടും പിന്നെ റാങ്ക് ലിസ്റ്റിൽ നല്ല അത് കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് ഇത് കേട്ടോ. അല്ലാതെ വേക്കൻസി ഇല്ലാത്തതിന്റെ പ്രശ്നമില്ല, കേരളത്തിൽ നല്ല വേക്കൻസി ഉണ്ട്, നമ്മൾ പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 15350. കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ 8000, 9000, ഏകദേശം ഇതിന്റെ ഒരു പകുതി വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം ഉള്ളൂ. അതിന്റെ ഇരട്ടി വേക്കൻസിയാണ് ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒന്നും കൂടി ഒന്ന് സീരിയസ് ആവുക. 2-3 മാസം കൂടി സമയം ബാക്കിയുള്ളൂ. നന്നായിട്ട് അവസാന മിനുക്കോണിയായിട്ട് നല്ല നിലയ്ക്ക് തന്നെ പ്രിപ്പറേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. വെണ്ടർ മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചു നിങ്ങൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ പ്രിപ്പറേഷൻ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞ പോലെ TCS പാറ്റേണിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിന് മുമ്പുള്ള നല്ല ക്വസ്റ്റൻസും പിന്നെ CDS, CAT പോലുള്ള എക്സാമിന്റെ പ്രിലിമിനറി ലെവലിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഇനി പുതിയ വെണ്ടർ ആണെങ്കിൽ കേട്ടോ. പിന്നെ വെണ്ടർ ചേഞ്ചിന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു. അതൊന്നുമില്ല, ഞാൻ ഒരു RTI റിപ്ലൈ കൊടുത്തായിരുന്നു. ഈ CHSL പരീക്ഷ അല്ലെങ്കിൽ CSL പരീക്ഷയല്ല, സോറി, വെണ്ടർ, അതായത് വെണ്ടർ ചേഞ്ച് ആയോ, അങ്ങനെയാണെങ്കിൽ അവർ നടത്തിയ പരീക്ഷകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു ജസ്റ്റ് ഒരു RTI റിപ്ലൈ അയച്ചായിരുന്നു. അതിന് കിട്ടിയ റിപ്ലൈ ആണിത്, ഏജൻസി യെറ്റ് ടു ബി ഡിസൈഡഡ്. ഇതുവരെ ഏജൻസി ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നാണ് 4-ാം തീയതി വന്ന RTI റിപ്ലൈ ആണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഏജൻസി യെറ്റ് ടു ബി ഡിസൈഡഡ്. അപ്പൊ നിങ്ങൾക്കറിയാം അടുത്ത മാസം, ജസ്റ്റ് ഒരു മാസം കൂടിയുള്ള CHSL പരീക്ഷ.
ഒരു മാസം കൊണ്ട് എന്തായാലും ഈ ഏജൻസി ഒക്കെ മാറി പുതിയ ഏജൻസി ക്വസ്റ്റ്യൻ ബാങ്കും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് പരീക്ഷ നടത്തുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ചിലപ്പോൾ നടത്തിയേക്കാം, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഇനിയിപ്പോൾ അങ്ങോട്ട് സെലക്ഷൻ പോസ്റ്റിന്റെ പരീക്ഷ വരുന്നുണ്ട്, CPO പരീക്ഷ വരുന്നുണ്ട്, CHSL പരീക്ഷ വരുന്നുണ്ട്. ഇതിനൊക്കെ TCS തന്നെയാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള MTS CGL ആരാന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഒരു CHSL പരീക്ഷ TCS തന്നെയാണ് കണ്ടക്ട് ചെയ്യാൻ വളരെ സാധ്യത കൂടുതൽ കേട്ടോ. ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഇങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് കിട്ടിയ RTI റിപ്ലൈന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വെണ്ടർ ചേഞ്ചിനെ കുറിച്ച് നമ്മൾ അധികം ബോധരാവാതെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്ത് സഹായത്തിനും ഏതിനും SSC മലയാളി നിങ്ങളുടെ കൂടെ ഉണ്ട്. എപ്പോഴും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.